ഐഡന്റിറ്റി ഇപ്പൊ സിനിമ കണ്ട് പുറത്തിറങ്ങിയതേ ഉള്ളൂ. സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പോസ്റ്ററിലൊക്കെ 16+ എന്നുള്ള ഒരു ടാഗ് എഴുതി ഒട്ടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ തിയേറ്ററിൽ നിന്ന് ഞാൻ ചോദിച്ചു, ഇതെന്തിനാ ഇങ്ങനെ വെക്കുന്നതെന്ന്, 16+ ആണോ ഈ സിനിമ എന്ന്. അപ്പൊ പുള്ളി പറഞ്ഞത് ഇത് 16+ സർട്ടിഫിക്കേഷൻ ആണ് ആ സിനിമയ്ക്ക് കിട്ടിയത്, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. എല്ലാ ഓഫീസറും വന്ന് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഈ ഷോ പ്രദർശിപ്പിച്ചത് എന്ന് ചോദിക്കും, അതിനാണ് അത് വെച്ചതെന്ന്. കാരണം ആ ഒരു സിനിമയുടെ സർട്ടിഫിക്കറ്റ് 16+ ആണ്, 16 വയസ്സിന് താഴെയുള്ളവരത് കാണാൻ പാടില്ല എന്ന്. പക്ഷെ അതിന് മാത്രം കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും അത്ര വലിയ എന്താ പറയാ കുട്ടികൾക്ക് തീരെ കാണാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അത്രയ്ക്കും പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. വലിയ സംഭവങ്ങളൊക്കെ പല മൂവിയിലും കണ്ടിട്ടുണ്ട്, അതിനൊന്നും 16+ ഇങ്ങനെയുള്ള ഇതൊന്നും വെച്ച് കണ്ടിട്ടില്ല. എന്തായാലും സിനിമ എന്ന് പറയുന്ന ഒരു ഹൈ ക്വാളിറ്റിയിൽ എടുത്തിട്ടുണ്ട്. ടോവിനോ തോമസ്, തൃഷ, പിന്നെ അതേപോലെ അജു വർഗീസ്, ഷമ്മി തിലകൻ, ഇവരൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിലെ വില്ലൻ ക്യാരക്ടർ ചെയ്ത ആ തമിഴ് ആക്ടർ, പുള്ളിയുടെ പേര് എനിക്കറിയില്ല. ഞാൻ ഇതിനു മുമ്പ് ഈ സംവിധാനം സിദ്ദിഖ് ലാൽ എന്നൊക്കെയാണ് രണ്ടുപേരുടെ പേരൊക്കെ എഴുതി കാണിച്ചത്. ഈ സിനിമയിലും സംവിധാനം രണ്ടുപേരാണെന്ന് എഴുതി കാണിക്കുന്ന കണ്ടു. അപ്പൊ പുള്ളിയുടെ പേര് ഞാൻ മറന്നു. എന്തായാലും ഒരു ഹൈ ക്വാളിറ്റിയിൽ എടുത്ത ഒരു സിനിമ, ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടാത്തുന്ന ഒരു സിനിമ. ആക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 2-3 ആക്ഷൻ ഉണ്ട്. ആക്ഷനൊക്കെ വളരെ ഗംഭീരമായിട്ട്, അതായത് കുറഞ്ഞ ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ആയിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട് തോന്നിയില്ല. കാരണം ലോജിക്ക് നിരക്കാത്ത കുറെ കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചത്. അത് ഞാൻ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലർ ആയിപ്പോ. ഒരുപാട് ഫ്ലൈറ്റിൽ നിന്നുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് അവസാനത്തെ എന്താ പറയാ സെക്കൻഡ് ഹാഫിലോട്ടേക്ക് വരുമ്പോൾ കൂടുതലും ഫ്ലൈറ്റിലുള്ള വിഷ്വൽസും അതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലർ ആയിപ്പോ. തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമ തന്നെയാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് വരാം. ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയാണ്, നമ്മൾ കണ്ടു മറന്ന കുറെ കഥകൾ തന്നെയാണ്, പക്ഷെ അത് വളരെ വ്യത്യസ്തമായിട്ട് എടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. പിന്നെ അജു വർഗീസ് ഒക്കെ കുറച്ച് സീരിയസ് കഥാപാത്രങ്ങളൊക്കെ ഇപ്പൊ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സിനിമയിലും കുറച്ച് സീരിയസ് കഥാപാത്രമായിട്ടാണ് ഉള്ളത്, ഒരു പോലീസുകാരനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അർച്ചന കവി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരത്തെയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ സെന്റിമെന്റ് സീനൊക്കെ നല്ല രസമുണ്ട് അത് തിയേറ്ററിൽ നിന്ന് കാണാൻ. തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മറ്റ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ, അതൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇന്റർവെൽ സീനിനൊക്കെ മുമ്പ് ചെറിയൊരു സസ്പെൻസ് പോലെയൊക്കെ ഇട്ട് പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര വലിയൊരു ഇമ്പാക്ട് ഒന്നും തിയേറ്ററിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമ. ഈ സിനിമ ഒരു വലിയ ഒരു ലെവലിലേക്ക് എടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ കഥയാണെന്ന് തോന്നുന്നു, നമുക്ക് അത്ര ഒരു ഇമ്പാക്ട് തിയേറ്ററിൽ നിന്ന് തോന്നില്ല. പക്ഷെ ഇതിൽ അഭിനയിച്ചവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി തൃഷയൊക്കെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തിന്റെ ഡബ് ചെയ്തത് ആരാണെങ്കിലും വളരെ നന്നായിട്ടുണ്ട്. അതായത് ഒരു പ്രശ്നമൊന്നും നമുക്ക് തിയേറ്ററിൽ നിന്ന് തോന്നില്ല. അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ക്വാളിറ്റി ലെവൽ മേക്കിംഗ് ആണ് ഈ സിനിമയ്ക്ക്. പിന്നെ ഇത് റിലീസിന് മുമ്പേ എന്തൊക്കെയോ പറയുന്നത് കേട്ടോ, ഒരു ഇന്റർനാഷണൽ ലെവലുള്ള മൂവിയാണ് എന്നൊക്കെ. ട്രെയിലറൊക്കെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നും, പക്ഷേ അത്രമാത്രം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു എബോവ് എവറേജ് സിനിമ, വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു എബോവ് എവറേജ് സിനിമ. പിന്നെ ഒരുപാട് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി ടോവിനോയുടെ ക്യാരക്ടർ വെച്ചിട്ട്. പുള്ളിക്കാരൻ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ് ആണ്. തുടക്കത്തിൽ തന്നെ കോയമ്പത്തൂർ വെച്ച് നടക്കുന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രം വരെയും അങ്ങനെയൊക്കെയാണ് ഇത് തുടങ്ങുന്നത്. നല്ല എൻഗേജിംഗ് ആയിട്ട് ഹൈ ക്വാളിറ്റിയിൽ ഈ സിനിമ എന്തായാലും എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം.